പാചകവാതക വിലവർധനവും സിലിണ്ടർ ക്ഷാമവും മൂലം ഹോട്ടലുകളും മെസ്സുകളും പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വേറിട്ട ഒരു അതിജീവന മാതൃക. വെറും 4 രൂപയ്ക്ക് ഇഡലിയും 5 രൂപയ്ക്ക് നൂൽപ്പുട്ടും നൽകി വിസ്മയിപ്പിക്കുകയാണ് തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ശാന്തി ഭവൻ പാലിയേറ്റീവ് ആശുപത്രി. ലാഭമല്ല, മറിച്ച് പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ സഹായിക്കുക എന്നതാണ് ഈ സംരംഭത്തിന് പിന്നിൽ ലക്ഷ്യം. വിശക്കുന്നവർ ചുറ്റുപാടുകളിൽ ഉണ്ടാകരുത് എന്ന വലിയ ലക്ഷ്യമാണ് ഈ സംരംഭത്തിന് പിന്നിലുള്ളതെന്ന് ഫാദർ ജോയ് പറയുന്നു. നമ്മളിപ്പോൾ ചുറ്റുവട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ പല പൊതുകേന്ദ്രങ്ങളൊക്കെ ഒരു സ്തംഭിച്ച അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശാന്തിഭവൻ സ്റ്റൈലിലൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഒരു 3-4 വർഷം മുൻപ് തുടങ്ങി വെച്ച പ്രവൃത്തിയാണ് ഏർലി ഡിറ്റക്ഷന് വേണ്ടി ഒരു നോൺ പ്രോഫിറ്റ് ലബോറട്ടറി. അപ്പോൾ നോൺ പ്രോഫിറ്റ് ലബോറട്ടറിയും 50 രൂപയുടെ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ഷുഗർ ടെസ്റ്റ് മുതലേ ബാക്കി എല്ലാ ടെസ്റ്റുകളും നമ്മൾ നോൺ പ്രോഫിറ്റ് റേറ്റിൽ 4 രൂപയ്ക്കാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് സമൂഹത്തിൽ പലരും പറഞ്ഞു, ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളാണോ? പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് ആ നോൺ പ്രോഫിറ്റ് ക്രമത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ മാസവും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പിൻബലത്തിലും അതിൻ്റെ അനുഭവത്തിൻ്റെ കരുത്തിലുമാണ് ഈ ഭക്ഷണ പ്രതിസന്ധിയിൽ ശാന്തിഭവൻ ഇടപെടുന്നതിനെ പറ്റി ചിന്തിച്ചത്. നമ്മളൊരു നോൺ പ്രോഫിറ്റ് റേറ്റിൽ തന്നെ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനൊരു വണ്ടി വേണം. അതിനാണ് നമ്മൾ ശാന്തിഭവൻ ഈറ്റ്സ് എന്ന പേരിലെ തട്ടുവണ്ടി FSSAI രജിസ്ട്രേഷനൊക്കെ എടുത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് ഇഡ്ഡലി 4 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നൂൽപുട്ട് നമുക്ക് 5 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ പുട്ട് നമുക്കൊരു 10 രൂപ. അത് ഇനിയും കുറയ്ക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്കൊരു 10 രൂപയ്ക്ക് പുട്ട് കൊടുക്കാം. അതുപോലെ വട 7 രൂപ. സ്നാക്സിലേക്ക് പതുക്കെ കടക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്റ്റീംഡ് ഐറ്റംസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ആളുകൾ വറവ് ഐറ്റംസിലേക്ക് കൂടുതൽ പോകാതെ കൊളസ്ട്രോൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഏർലി ഡിറ്റക്ഷന് വേണ്ടി ശാന്തിഭവൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ബെഡ് റിഡൻ പേഷ്യൻസിൻ്റെ സപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ശക്തൻ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ടൗൺ കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റി പരിധി, കോർപ്പറേഷൻ പരിധിയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ബൾക്ക് ലെവലിൽ. പിന്നെ പല പാർട്ടികളും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആവശ്യമുള്ളവർക്ക് ശക്തനിൽ നിന്ന് അവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്ത് പോകാം. പിന്നെ പല്ലിശ്ശേരി കേന്ദ്രമായിട്ട് നമ്മുടെ സ്ഥാപനം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രിക്ക് തൊട്ട് താഴെ നമുക്കിതിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്ഥാപനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വന്നും കളക്ട് ചെയ്യാൻ. അപ്പോൾ ഇരിങ്ങാലക്കുട അതുപോലെ തന്നെ പുതുക്കാട്, ആമ്പല്ലൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ആ ഏരിയ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. തൃശ്ശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ പദ്ധതി 3 മാസങ്ങൾ പിന്നിടുമ്പോൾ വലിയ ജനശ്രദ്ധയാണ് നേടുന്നത്. കിടപ്പ് രോഗികൾക്ക് സൗജന്യ ചികിത്സയും ഭക്ഷണവും നൽകുന്ന ശാന്തിഭവൻ മെഡിക്കൽ രംഗത്തും ഇത്തരത്തിൽ മാതൃക കാട്ടിയിട്ടുണ്ട്. പുറത്ത് 50 രൂപ ഈടാക്കുന്ന ഷുഗർ ടെസ്റ്റ് കഴിഞ്ഞ 6 വർഷമായി വെറും 4 രൂപയ്ക്കാണ് ഇവർ നൽകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഒട്ടാകെ ലഭ്യമാകുന്ന ഈ ഭക്ഷണ വിതരണ പദ്ധതി നിലവിലെ പ്രതിസന്ധി കഴിഞ്ഞാലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികൃതരുടെ തീരുമാനം.